സമാനങ്ങൾക്ക് മുമ്പിൽ പിറവിയെടുത്ത സത്യസ്വാന്തന തീരമായ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആത്മീയ അനുരാഗത്താൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം സുൽത്താനിയത്തെ പല രാജാംഗമുള്ള നില സിറിനെ സിറ് പെരുമാൾ സുബ്ഹാനവന്റെ മറനീക്കി പടച്ച തടി സർദാരിമാവ് റഹ്മാൻ സർദാരിമാവ് അല്ലാഹു അക്ബർ പരമരഹസ്യങ്ങളുടെ രഹസ്യമാണ് ഹബീബായ തങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സുബ്ഹാനായ അല്ലാഹുവിന്റെയും സൃഷ്ടിയുടെയും ഇടയിൽ 70,000 നൂറാനിയത്ത് കൊണ്ടുള്ള മറകളുണ്ട്. ആ മറകളെല്ലാം കടന്ന് അഥവാ ഒരു അമ്പഴലും എത്രയോ അടുത്ത് നിൽക്കുന്നുവോ അത്ര കണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം ഏറ്റുവാങ്ങിയ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇച്ഛ പറയുകയാണ്. കൽബണ്ടവൻ വലതിൽ അതിബാദിശായിദാനം വാരിക്കൊടുക്കും ദർബാരേ. കൽബാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം. അത് നന്നായാൽ എല്ലാം നന്നായി, അത് മോശമായാൽ വിപരീത ഫലം ചെയ്യുന്നു. ആ കൽബാകുന്ന സാമ്രാജ്യത്തിലെ എത്ര വലിയ രാജാക്കന്മാരും അതിബാദിശാക്കൾക്കും ധനം നൽകുന്നത്, ധനം എന്ന് പറയുന്നത് അറിവും നെറിവും ആത്മീയതയുമാണ്. ആ ധനം നൽകുന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിനെ കുറിച്ച് ഇച്ഛ പറഞ്ഞു തരുകയാണ്. കൽബണ്ടവൻ വലതിൽ അതിബാദിശായിദാനം വാരിക്കൊടുക്കും ദർബാരേ. വാനം പറന്ന തടിപകരുൾ മുഖീത്തതിലും വാനം പറന്ന തടിപകരുൾ മുഖീത്തതിലും ബഹദൂർ രാജ ഉലമാ പറന്നുയർന്നു ഹബീബായ തങ്ങൾ ബഹ്റുൽ മുഹീത്ത് ഈ പ്രപഞ്ചവും അർശും എല്ലാം ഉൾക്കൊള്ളുന്ന ആ നൂറാനിയത്തിന്റെ ബഹ്റും കടന്നു. ഹബീബായ തങ്ങൾ ബഹ്റുൽ മുഹീത്ത് രാജാവുലമ അറിവാളന്മാർക്ക് രാജാവാണ്, ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇച്ഛ തുടങ്ങുന്നത്. അങ്ങനെ ഹബീബായ തങ്ങളുടെ കരം പിടിച്ച് മുന്നിൽ സ്വർഗീയ ആരാമങ്ങളിലേക്ക് നയിച്ചു നീങ്ങാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.